السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 174 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഈ ക്ലാസ് പഠിക്കാൻ നമ്മൾ റഫർ ചെയ്യുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, പിന്നീട് ഇത് റഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. وَلِلَّهِ الْأَسْمَاءُ الْحُسْنَى فَادْعُوهُ بِهَا وَذَرُوا الَّذِينَ يُلْحِدُونَ فِي أَسْمَائِهِ سَيُجْزَوْنَ مَا كَانُوا يَعْمَلُونَ. وَمِمَّنْ خَلَقْنَا أُمَّةً يَهْدُونَ بِالْحَقِّ وَبِهِ يَعْدِلُونَ. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا سَنَسْتَدْرِجُهُم مِّنْ حَيْثُ لَا يَعْلَمُونَ وَأُمْلِي لَهُمْ إِنَّ كَيْدِي مَتِينٌ. أَوَلَمْ يَتَفَكَّرُوا مَا بِصَاحِبِهِم مِّن جِنَّةٍ إِنْ هُوَ إِلَّا نَذِيرٌ مُّبِينٌ. أَوَلَمْ يَنظُرُوا فِي مَلَكُوتِ السَّمَاوَاتِ وَالْأَرْضِ وَمَا خَلَقَ اللَّهُ مِن شَيْءٍ وأن عسى أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون. من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ ആറാഫിലെ 179 മുതൽ 187 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9-ാമത്തെ ജുസ്ഇൽ 174-ാമത്തെ പേജ്. അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരെ വിശ്വസിച്ച് അവർ കൊണ്ടുവന്ന് കാണിച്ച ദൃഷ്ടാന്തങ്ങൾ അംഗീകരിച്ച് സന്മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിജയി, സൗഭാഗ്യവാൻ. അതല്ലാതെ തോന്നിവാസത്തിന്റെ ഉപാസകരായി ദുർമാർഗത്തിന്റെ വഴിയെ പോകുന്നവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർ എല്ലാ നിലക്കും പരാജയപ്പെട്ടവരാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അത്തരം പരാജിതരുടെ അവസ്ഥകളും പരലോകത്ത് എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്നുമാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്ക് ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ഹൃദയം കൊടുത്തിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണ് കൊടുത്തിട്ടുണ്ട്, കേട്ടു മനസ്സിലാക്കാനുള്ള കാത് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണല്ലോ മനുഷ്യർ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും സത്യവും അസത്യവും മനസ്സിലാക്കുന്നതുമൊക്കെ. ഇതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തിയിട്ട് സത്യം മനസ്സിലാക്കാതെ അതനുസരിച്ച് ജീവിക്കാതെ മുന്നോട്ട് പോകുന്നവർ നരകത്തിലെ വിറകുകളായി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
അതായത് അവർക്ക് അവസാനം ലഭിക്കാൻ പോകുന്നത് നരകശിക്ഷയാണ് എന്നർത്ഥം. അത്തരം ആളുകൾ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണെന്നാണ് ഇനി പറയുന്നത്. ഇവർ നരകത്തിന്റെ അവകാശികളാകാനുള്ള കാരണം വ്യക്തമാണ്. നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം പുറമേ കാഴ്ചയിൽ ഈ പറയപ്പെട്ട ഇന്ദ്രിയങ്ങളെല്ലാം കണ്ണ്, കാത്, ഹൃദയം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിവേചന ശക്തി അല്ലെങ്കിൽ വിശേഷ ബുദ്ധി അത് കൊടുത്തിട്ടില്ല. അത്തരം മൃഗങ്ങളോട് സന്മാർഗം സ്വീകരിക്കണമെന്നോ ദുർമാർഗത്തിൽ മുഴുകരുതെന്നോ ശാസനയും ഇല്ല. എന്നാൽ ഈ മനുഷ്യരവസ്ഥ എന്താ? അവരങ്ങനെയല്ലല്ലോ. ഈ പറയപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളും കൊടുത്തിട്ടുണ്ട്, എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് പിന്നെയും അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ നാൽക്കാലികളെക്കാൾ മോശപ്പെട്ടവരല്ലേ? എന്താ കാരണം? ചില സമയത്ത് മൃഗങ്ങൾ ഇടയ്ക്കെങ്കിലും യജമാനൻ പറഞ്ഞത് അനുസരിക്കാറുണ്ട്. ഇവരോ, ഈ മനുഷ്യന്മാരോ അങ്ങനെ ഒരു അനുസരണയുടെ ഭാഗത്തേക്ക് ചിന്തിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് മൃഗങ്ങളെക്കാൾ മോശമാണ് എന്ന് പറയാൻ കാരണം. നോക്കാം, നമുക്ക് 179-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നിലും മനുഷ്യരിലും ധാരാളം പേരെ നരകത്തിലേക്കായി നാം സൃഷ്ടിച്ചിരിക്കുന്നു. വലഖദ് ദറഅനാ, നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ലിജഹന്നമ, നരകത്തിനു വേണ്ടി, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിലെയും ഇൻസിലെയും ഒരുപാട് ആളുകളെ. എന്താണ് അവരുടെ പ്രത്യേകത? എല്ലാവരെയുമല്ല. ആരെയാണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ലഹും അവർക്കുണ്ട്, ഖുലൂബുൻ ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ സത്യം മനസ്സിലാക്കുകയില്ല. യഫ്ഖഹൂന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയങ്ങളോട് ചിന്തിച്ച് സത്യം മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകൾ കൊണ്ട് അവർ സത്യം കണ്ടെത്തുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുമുണ്ട്, ലാ യസ്മഊന ബിഹാ, ആ കാതുകൾ കൊണ്ടവർ സത്യം കേൾക്കുകയില്ല. കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്, അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല, ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, ഉലൈക, ആ കൂട്ടർ, കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്, കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പോരാ, ബൽ ഹും അളൽ, അതിലേറെ വഴിപിഴച്ചവരാണവർ. കാലികളിലേറെ വഴിപിഴച്ചവരാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാലികൾ ഇടയ്ക്കെങ്കിലും യജമാനെ ശ്രദ്ധിക്കാറുണ്ട്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ഉലൈക, ആ വിഭാഗം അക്കൂട്ടർ തന്നെയാണ്, ഹും, അവർ, അൽ ഗാഫിലൂൻ, ബോധമില്ലാത്തവർ, അശ്രദ്ധ, അവർ തന്നെയാണ് അശ്രദ്ധരും ബോധമില്ലാത്തവരും. സൂറത്ത് അഹ്കാഫിൽ ആദ് സമുദായത്തിന്റെ അതിക്രമങ്ങളും അവരെ ശിക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞ ശേഷം അവർക്ക് അങ്ങനെ ഒരു ഗതി വരാനുള്ള കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതേ കാരണങ്ങളാണ് പറഞ്ഞത്. സൂറത്തുൽ അഹ്കാഫിൽ 26-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ ലഹും സമഅൻ വഅബ്സാറ വലഖദ് മക്കന്നാഹും ഫീമാ ഇൻ മക്കന്നാഹും ഫീഹി വജഅൽനാ ലഹും സമഅൻ വഅബ്സാറ വഅഫ്ഇദ ഫമാ ഗന അൻഹും സമഉഹും വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ ഷൈ إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. അപ്പോ അവർക്ക് കേൾവി കൊടുത്തു, കാഴ്ച കൊടുത്തു, ഹൃദയം കൊടുത്തു, പക്ഷേ അവർ കേൾവിയാവട്ടെ, കാഴ്ചയാവട്ടെ, ഹൃദയമാകട്ടെ ഒന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല. കണ്ണും കാതും ഹൃദയവുമുള്ള ഈ ആളുകൾ ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്, അത് ലഭിക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ്, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, അതിന്റെ പിന്നാലെ പായുകയാണ്. അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ അങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നവർ മരണം വരെ അതാണ് അവസ്ഥ. ആരാണ് തങ്ങളെ പടച്ചത്? എന്തിനാണ് തങ്ങളെ സൃഷ്ടിച്ചു വിട്ടത്? ആ സൃഷ്ടാവിന്റെ തൃപ്തി ഏത് കാര്യത്തിലാണ്? ഇതൊന്നും അവർ ആലോചിക്കുന്നേ ഇല്ല. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, കാമദാഹം തീർക്കുക, ഇതാണ് ഇത്തരം ആളുകളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ചിലപ്പോഴെങ്കിലും മൃഗങ്ങളെ യജമാനൻ അനുസരിക്കും, പക്ഷെ ഇവർക്ക് ആ ചിന്ത തന്നെ ഇല്ല.
വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെറുതും വലുതുമെല്ലാം അള്ളാഹുവിന്റെ മുൻ തീരുമാനമനുസരിച്ച് നാം മാത്രമാണ് നടക്കുന്നത്. ഇതിനാണ് നമ്മൾ ഖലാ ഖദർ എന്നൊക്കെ പറയുന്നത്, അല്ലെ? കണ്ണ്, കാത്, ഹൃദയം, ഈ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തി ആരൊക്കെയാണ് സന്മാർഗം സ്വീകരിക്കുക, ആരൊക്കെയാണ് അങ്ങനെ ചെയ്യാതിരിക്കുക, ഇതെല്ലാം അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം. അതുമാത്രമല്ല, സമയകാലങ്ങൾക്ക് അതീതമായി എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണല്ലോ. ആ അറിവിന് വിപരീതമായി ഒന്നും സംഭവിക്കുകയില്ല. അപ്പോ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കുറെ ആളുകളെ നരകത്തിന് വേണ്ടി പടച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. രണ്ടു ടീമിനും സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു കൊടുത്തു. പക്ഷേ അവർ യഥാവധി ഉപയോഗിച്ചില്ല. അങ്ങനെ അവർ നരകാവകാശികളായി മാറി. ഇത് അള്ളാഹുവിനെ നേരത്തെ അറിയാമായിരുന്നു അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന്. പക്ഷെ അള്ളാഹു ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നരകത്തിന്റെ അവകാശികളായി മാറിയത്. എന്നല്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെ കുറെ ആളുകളെ നരകത്തിലും ബാക്കിയുള്ളവരെ സ്വർഗത്തിലും ആക്കും എന്നല്ല ഈ പറഞ്ഞ ഉദ്ദേശം. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 180 ആയത്ത്. അള്ളാഹുവിനെ ഓർക്കാതെ അനുസരിക്കാതെ ജീവിക്കുന്നത് നരകക്കാരുടെ ലക്ഷണമാണ് എന്ന് പഠിപ്പിച്ച ശേഷം അള്ളാഹു തആല നമ്മളോട് പറയുന്നത് അവന്റെ ഉത്കൃഷ്ട നാമങ്ങളിലൂടെ, അസ്മാഉൽ ഹുസ്നയിലൂടെ അള്ളാഹുവിനെ ഓർക്കണം. എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അത്യുത്കൃഷ്ടങ്ങളായ അർത്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ പേരുകളൊക്കെ. പ്രപഞ്ചത്തിലുണ്ടാകുന്ന അഖില പ്രതിഭാസങ്ങളും അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളുടെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഇത്തരം അസ്മാഉൽ ഹുസ്ന, വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട് മാത്രമേ അള്ളാഹുവിന് പേര് പറയുകയോ അവനെ വിളിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. ആ പേരുകൾ കൊണ്ട് ക്രമക്കേട് കാണിക്കുന്ന ആളുകളുണ്ട്. അവരെ നബിയെ താങ്കൾ അനുകരിക്കരുത്, അവരവരെ വഴിക്ക് വിടണം, അവരെ വഴിക്ക് വിട്ടേക്കൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് തക്കതായ പ്രതിഫലം നമ്മൾ കൊടുക്കുന്നതാണ്. സാധാരണ പേരുകൾ പോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ കേവലം ചില പേരുകളോ അല്ലെങ്കിൽ സാധാരണമായ ചില വിശേഷണങ്ങളോ അല്ല. ഓരോ പേരും വളരെ ഉന്നതമാണ്, ഉത്കൃഷ്ടമാണ്, വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അതിവിപുലമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആണ് അവന്റെ പേരുകളെ കുറിച്ച് അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ എന്ന് പറയുന്നത്. അത്യുത്കൃഷ്ടമായ നാമങ്ങൾ എന്നതിന് പേര് പറയുന്നത് വളരെ ഉന്നതമായ പേരുകളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് കൊണ്ട് കളിക്കാൻ പാടില്ല, ആ പേര് കൊണ്ട് ക്രമക്കേട് കാണിക്കാൻ പാടില്ല. ആയത്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. 180 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൂന മാ കാനൂ യഅമലൂൻ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ചില പേരുകളുണ്ട്. അൽ ഹുസ്ന, അത്യുദാത്തമായ ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, അതിവിശിഷ്ടമായ പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക. ഫദ്ഉഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളൂ. ബിഹാ, പേരുകൾ കൊണ്ട്. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ പേരുകൾ വളച്ചൊടിക്കുന്നവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. വദറു, നിങ്ങൾ വിട്ടേക്കണം, ഒഴിവാക്കി വിടണം. അല്ലദീന, ഒരു വിഭാഗം ആളുകളെ, യുൽഹിദൂന, അവർ ക്രമക്കേട് കാണിക്കുന്നുണ്ട്, വളച്ചൊടിക്കുന്നുണ്ട്. ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ പേരുകളിൽ. അള്ളാഹുവിന്റെ പേരുകൾ ക്രമക്കേട് കാണിക്കുന്ന ആളുകളെ അവരെ പാട്ടിന് വിട്ടേക്കൂ. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തക്കതായ പ്രതിഫലം അവർക്ക് നൽകപ്പെടും. സയുജ്സൗൻ, അവർക്ക് നൽകപ്പെടും. മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലങ്ങൾ. അസ്മാഉൽ ഹുസ്ന, അല്ലെ, നമുക്കൊക്കെ അറിയാം സുപരിചിതമായ പേരുകൾ. നിരവധി ആയത്തുകൾ അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇത്തരം പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെ? വഹുവസ് സമീഉൽ അലീം, വഹുവസ് സമീഉൽ ബസീർ, വഹുവർ റഹീമുൽ ഗഫൂർ, അല്ലെ? വഹുവൽ ഗഫൂറുർ റഹീം, അല്ലെ? വഹുവർ റഹീം, അല്ലെ? വഹുവ തവ്വാബുർ റഹീം, ഹുവൽ ലത്തീഫുൽ ഖബീർ. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ട് നിരവധി ആയത്തുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ അള്ളാഹുവിനെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന പേരുകളാണ്. ഓരോ പേരുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും ശരിയായി മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു കേൾക്കുന്നവനാണ്, ശരി, പക്ഷെ നമ്മളെ പോലെയല്ല. അള്ളാഹു കാണുന്നവനാണ്, നമ്മളെ പോലെയല്ല. അവനോട് യോജിക്കുന്ന തരത്തിലുള്ള കേൾവി, കാഴ്ച. അങ്ങനെയാണ് എല്ലാ നാമങ്ങളും വിശേഷണം.
എത്ര പേരാ അള്ളാഹുവിനുള്ളത്? 99 99 മാത്രമാണോ? അല്ല എന്ന. അപ്പൊ ഒരു ഹദീസിൽ 99 പറഞ്ഞിട്ടില്ലേ? ശരി, ആ ഹദീസിൽ 99 പറഞ്ഞിട്ടുണ്ട് എന്നതിന് അർത്ഥമുള്ളൂ, അതിലപ്പുറമില്ല എന്ന് അർത്ഥമല്ലല്ലോ. ഈ 99 മാത്രമേ ഉള്ളൂ എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. 99 പേര് അവിടെ പറഞ്ഞു. ഒരാൾ പറയാണ് എൻ്റെ അടുത്ത് 1000 രൂപ ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചതുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലത്ത് വേറെ പൈസ ഇല്ലാന്നാണോ? അല്ലല്ലോ. 1000 റുപ്യ ഇതിനു വേണ്ടി മാറ്റി വെച്ചതുണ്ട് എന്നാ വേറെയും ഉണ്ട് പൈസ, അല്ലെ? വേറെയും കാശുണ്ട്. ഇങ്ങനെ അപ്പോ ഈ 99 പുറമെ വേറെയും പേരുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാരെല്ലാം അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ കുറെ പേരുകൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ ഗുണങ്ങളുടെ ആധിക്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 1000 നിൽക്കൂല എന്നാ, 99 അല്ല, 1000 പേരുകളിലും അള്ളാഹുവിന്റെ പേര് ഒതുങ്ങുന്നില്ല. 2000 ഒതുങ്ങുന്നില്ല. 4000 ആണെന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിന് 4000-ഓളം പേരുകളുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായാലും 99 എന്നത് അത് മാത്രമല്ല. കാരണം എന്താ? ഖുർആനിൽ വന്ന ചില പേരുകൾ തന്നെ 99 ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ തന്നെ വേറെ പേരുണ്ടെന്ന് മനസ്സിലായല്ലോ. മാത്രമല്ല നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന റബ്ബ് എന്ന പേര് വരെ ഈ 99 ഇല്ലല്ലോ. റബ്ബ് എന്ന പേര് അതിലില്ല. അപ്പൊ വേറെ പേരുകളുണ്ടെന്ന് ഉറപ്പായി. വേറെ പേരുകളുണ്ട് എന്ന് എവിടെ നിന്ന് കിട്ടി? മറ്റൊരു ഹദീസിലുണ്ട് അതിലേക്കുള്ള സൂചന. ഒരു ദുആ പഠിപ്പിച്ചു തരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അബ്ദിക എന്ന് തുടങ്ങുന്ന ദുആ. അങ്ങനെ ദുആ വരുമ്പോൾ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫി കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് സൂചന. നീ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത പേരുകൾ, ആ പേരുകൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ സ്വന്തമാക്കി വെച്ച ചില പേരുകൾ, ഇൽമുൽ ഗൈബിൽ അദൃശ്യ ലോകത്ത് നീ സ്വന്തമാക്കി വെച്ച ചില പേരുകൾ, ആ പേര് കൊണ്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായി വേറെ ഒരുപാട് 99 അല്ലാത്ത ഒരുപാട് പേരുണ്ട്. 3 തരം പേരുകളുണ്ട് എന്നാണ് അസ്മാഉൽ ഹുസ്നയിൽ. ഒന്ന്, മലക്കുകൾക്കും മറ്റും പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ, അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഖുർആനിലൂടെ അവതരിപ്പിച്ചതെന്ന് നമുക്ക് അറിയിച്ചു തന്ന പേരുകൾ. 3, ഇതുവരെ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത സ്വന്തമായി സൂക്ഷിച്ചു വെച്ച പേരുകൾ. ആകട്ടെ, 99 പേരുകൾ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഒന്ന് നോക്കാം നമുക്ക്. ബിസ്മില്ലാഹ്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, അത് മനഃപ്പാടമാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇതാണ് ഹദീസിന്റെ അർത്ഥം. പക്ഷെ എന്താണ് ഹദീസിന്റെ താല്പര്യം? ഇത് മനഃപ്പാടമാക്കിയ മാത്രം സ്വർഗത്തിലേക്ക് കടക്കാമോ? അതിന്റെ താല്പര്യം എന്താ? ഈ പേരുകൾ മനഃപ്പാടമാക്കുകയും അതിന്റെ അർത്ഥസാരങ്ങൾ ഗ്രഹിച്ചിരിക്കുകയും ചെയ്യുക എന്നാണ് താല്പര്യം. അല്ലാതെ ചിലർ കരുതുന്നത് പോലെ ആ പേരുകൾ മനഃപ്പാടമാക്കി വെച്ചു, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ വെക്കൂല. അത് മനഃപ്പാടമാക്കി അതിന്റെ അർത്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിത ക്രമങ്ങൾ ചുറ്റിപ്പെടുത്തി അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. അപ്പോ 99 നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്നും ആ പേരുകളുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണം എന്നും അങ്ങനെ ചെയ്താൽ സ്വർഗത്തിലെത്തും എന്നും ആണ് ഈ ഹദീസിന്റെ ചുരുക്കം. അതാണ് 99 വേറെ തന്നെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നതിന്റെ ഉദ്ദേശം. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധതയ്ക്ക് അനുയോജ്യമല്ലാത്ത പേരുകളിൽ അള്ളാഹിനെ വിളിക്കാൻ പാടില്ല. അത്തരം വാക്കുകൾ കൊണ്ട് റബ്ബിനെ വിശേഷിപ്പിക്കാൻ പാടില്ല. അവന് മാത്രം യോജിക്കുന്ന, അവന്റെ നാമവിശേഷമായി മാത്രം അറിയപ്പെട്ട പേരുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് യുൽഹിദൂന, ക്രമക്കേട് കാണിക്കൽ എന്ന് പറഞ്ഞത്. ഇൽഹാദ്, ഇങ്ങനെ ചെയ്യുക, ഇതിനാണ് ക്രമക്കേട് കാണിക്കുന്നത് എന്ന് പറയുന്നത്. അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്ത റബ്ബിന്റെ പേരുകൾ അള്ളാഹിനെ കുറിച്ച് പറയാ. അള്ളാഹിനെ കുറിച്ച് ചില പേരുകൾ പറയുക അള്ളയും പഠിപ്പിച്ചില്ല, റസൂലും പഠിപ്പിച്ചില്ല, അതൊരു ക്രമക്കേട്. അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയാൻ പറ്റുന്ന പേരുകൾ, ഉദാഹരണം അള്ളാഹു, റഹ്മാൻ, ഇങ്ങനെയുള്ള പേരുകൾ മറ്റുള്ളവർക്ക് പറയുക, അത് പാടില്ല. മറ്റു വല്ല പേരുകൾക്കും വേണ്ടി അള്ളാഹുവിന്റെ പേരിനെ അലങ്കോലപ്പെടുത്തുക, ഇത് മിൽഹാദാണ്, ക്രമക്കേട് നടത്തലാണ്. ഇതൊക്കെ ഇതിൽപ്പെട്ടു. അതിന് ഉദാഹരണമാണ് ലാത്ത് എന്ന പദം. മുശ്രിക്കീങ്ങൾ അന്ന് ദൈവമായി ആരാധിക്കുന്ന ഒരു ബിംബമാണ് ലാത്ത്. ആ ലാത്ത് എന്ന പദം
അള്ളാഹു എന്ന പേര്, ആ നാമം രൂപമാറ്റം വരുത്തി അലങ്കോലപ്പെടുത്തിയിട്ടാണ് ലാത്ത് എന്ന ബിംബത്തിന് പേര് വിളിച്ചത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസീസ് എന്ന പേര് മാറ്റം വരുത്തിയാണ് ഉസ്സ എന്ന ബിംബത്തിന് അവർ പേര് വിളിച്ചത്. ഇങ്ങനെ ക്രമക്കേട് നടത്തുന്ന ആളുകളെ അവഗണിക്കണമെന്നാണ് റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്. അവരനുകരിക്കരുത്, അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമ്മൾ നൽകുന്നതാണ്. ഇനി 181 ആയത്തിലേക്ക് കടക്കും. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള നിരവധി ആളുകൾ നരകത്തിലേക്കുള്ളവരാണെന്നും അതിനുള്ള കാരണം എന്താണെന്നും നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. എന്നാൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്, സ്വർഗത്തിലേക്കുള്ളവരാണവർ. അവർ സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവഗണിക്കുകയോ അവന്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുകയോ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഇനി 181 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وممن خلقنا أمة يهدون بالحق وبه يعدلون. മിമ്മൻ ഖലഖന, നമ്മൾ സൃഷ്ടിച്ചവരിലുണ്ട്, ഉമ്മത്തുൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, യഹ്ദൂന ബിൽ ഹഖ്, ഋജുവായ സത്യപന്ഥാവിലേക്ക് വഴി കാണിക്കുന്നവർ, വബിഹി യഅദിലൂൻ, ആ ഹഖ് മുറുകെ പിടിച്ച് നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മൾ സൃഷ്ടിച്ചവരിലുണ്ട്. വമിമ്മൻ ഖലഖന, നമ്മൾ പടച്ചവരിലുണ്ട്, ഉമ്മത്തിന് ഒരു വിഭാഗമുണ്ട്, യഹ്ദൂന, അവർ സത്യപന്ഥാവിലേക്ക് വഴി കാണിക്കുന്നു, ബിൽ ഹഖ്, സത്യത്തിന്റെ വഴിയിലേക്ക്, ഋജുവായ വഴിയിലേക്ക്, ഹക്കിലേക്ക് അവർ വഴി കാണിക്കുന്നു. വബിഹി, ആ ഹക്ക് കൊണ്ട്, ആ സത്യം മുറുകെ പിടിച്ച്, യഅദിലൂൻ, അവർ നീതി പുലർത്തുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടില്ലേ, ഈ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാൾ വരെയും സത്യത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരായിരിക്കും. മറ്റുള്ളവർ അവരെ കൈയൊഴിയുകയോ അവരുമായി ഭിന്നിച്ചു നിൽക്കുകയോ ചെയ്തതുകൊണ്ട് അവർക്കൊരു തടസ്സവും നേരിടുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്ത ആയത്ത് നോക്കാം, 182 183. അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച് ജീവിക്കുന്നവരെ ഉടനടി അള്ളാഹു പിടികൂടുകയില്ല എന്നാണ് ഇനി പറയുന്നത്. അവരെ അങ്ങനെ അയച്ചുവിടും, ഓർക്കാപ്പുറത്തായിരിക്കും പിടികൂടുക. ആ പിടുത്തത്തിൽ നിന്ന് കൊതറി രക്ഷപ്പെടാൻ അവർക്ക് കഴിയോ? അതൊട്ടില്ല താനും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വകവെക്കാതെ നിഷേധിച്ച് തള്ളിക്കളയുന്നവരുടെ മേൽ ഉടനെ നടപടിയെടുക്കൂല. നേരെ മറിച്ച് അവർക്ക് അങ്ങനെ സുഖസൗകര്യങ്ങളും മറ്റൊക്കെ നൽകി അവരങ്ങനെ അയച്ചയച്ചു വിടും. പിന്നീട് ഓർക്കാപ്പുറത്ത് അവരെ പിടിച്ചു ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിന് ഇത്തരം തന്ത്രങ്ങൾ ഒരു കാലത്തും പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം ശക്തമാണ് എന്ന് സാരം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചും അത് ദുരുപയോഗം ചെയ്തും മൃഗതുല്യരായി നടക്കുന്ന സത്യനിഷേധികൾക്ക് ശക്തമായ താക്കീത് നൽകുകയാണ് ഈ 2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസ്സബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. വല്ലദീന കസ്സബൂ, വല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകൾ. വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, കസ്സബൂ, അവർ നിഷേധിച്ചിട്ടുണ്ട്, ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, സനസ്തദ്രിജുഹും, നമ്മൾ അവരെ ക്രമേണ പിടികൂടും, പടിപടിയായി പിടികൂടും, ക്രമപ്രവൃത്തമായി പിടികൂടും. മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ നിനച്ചിരിക്കാത്തുമ്പോൾ, അവർ അറിയാതെ ഓർക്കാപ്പുറത്തിങ്ങനെ ഇരിക്കുമ്പോ, അവരറിയാത്തിടത്തുകൂടെ നമ്മൾ അവരെ ക്രമപ്രവൃത്തമായി ക്രമേണ പിടികൂടും. വഉംലീ ലഹും, അവർക്ക് നാം ഇട കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദി മതീൻ, നിശ്ചയം എന്റെ തന്ത്രം സുശക്തം തന്നെയാണ്. വഉംലീ ലഹും, ഞാൻ അവർക്ക് താമസം കൊടുക്കും, ഇട കൊടുക്കും. അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എത്രത്തോളം പോകണ്ട നോക്കാം. ഇന്ന കൈദി, നിശ്ചയമായും എന്റെ തന്ത്രങ്ങൾ, എന്റെ തന്ത്രം, കൈദ് എന്ന് പറഞ്ഞ തന്ത്രം, മതീനുൻ, അത് സുശക്തമാണ്, ഉറപ്പുള്ളതാണ്, ആർക്കും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. സൂറത്തുൽ അൻആമിലെ 44-ാം ആയത്തിലും ഇതേ ആശയമുള്ള വാക്കുകളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. നമ്മൾ പഠിച്ച ആയത്താണല്ലേ.
അള്ളാഹു താല മറന്നാൽ അവരെ താൻ തോന്നിവാസത്തിൽ അവരങ്ങനെ അയച്ചുവിടും, എന്നിട്ട് പെട്ടെന്ന് പിടികൂടും. 184 നോക്കാം. അള്ളാഹുവിന്റെ മുർസലീങ്ങൾ വന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ സത്യനിഷേധികളായ ആളുകൾ അവരെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കുക പതിവാണ്, അല്ലെ? അത് പണ്ട് മുതലേ ഉള്ള പതിവാണ്. അങ്ങനെ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു ആരോപണമാണ് മുർസലീങ്ങൾ സാഹരീങ്ങളാണ്, കൺകെട്ടുകാരാണ്, ജാലവിദ്യ അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ് എന്നൊക്കെ. നോഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട് 23-ാം അധ്യായം 25-ാമത്തെ ആയത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഫിർഔനും അങ്ങനെ പറഞ്ഞിരുന്നു, ഭ്രാന്തനാണ് എന്ന് 26-ാം അധ്യായം 27-ാം ആയത്ത്. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഇത് രണ്ടും ഭ്രാന്തനാണ് എന്നും സാഹിറാണ് എന്നും പറഞ്ഞു നടന്നിരുന്നു. 68-ാം അധ്യായത്തിൽ 51-ാമത്തെ ആയത്തിൽ വിഷയം. സത്യത്തിൽ എന്തിനാണ് മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ പറയുന്നത്? അവർക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചത് മുതലേ അവരുമായി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇടപഴകി ജീവിച്ചവരാണ് ആ ജനത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഇല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ചെറുപ്പം മുതലേ ശീലിച്ച് പരിചയിച്ച ആളാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എങ്ങനെയാണ് ഭ്രാന്തനായത്? ഇതവർ ചിന്തിക്കുന്നില്ലേ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. നോക്കൂ 184-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യതഫക്കറൂ മാ ബിസാഹിബിഹിം മിൻ ജിന്നഹ് ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ. അവലം യതഫക്കറൂ, എന്തേ അവർ ചിന്തിക്കുന്നില്ലേ? മാ ബിസാഹിബിഹിം, തങ്ങളുടെ കൂട്ടുകാരനില്ല എന്ന്, മിൻ ജിന്നത്തിൻ, യാതൊരുവിധ ഭ്രാന്തുമില്ല എന്ന്. ജിന്ന എന്ന് പറഞ്ഞ ഭ്രാന്ത്. മാ ബിസാഹിബിഹിം മിൻ ജിന്ന, തങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരുവിധ ഭ്രാന്തുമില്ലെന്ന് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ, സ്പഷ്ടമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ആ റസൂൽ. മുന്നറിയിപ്പ് തരുന്ന ആൾ മാത്രമാണ്, ഭ്രാന്തൊന്നുമില്ല. അവർക്കെന്താ മനസ്സിലായിക്കൂടെ? സഫയുടെ കുന്നിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ തറവാട്ടുകാരെയും പ്രത്യേകം വിളിച്ചു വരുത്തി അവരോട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകിയ സംഭവം പ്രസിദ്ധമാണല്ലോ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു ശിക്ഷ വരാനുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് തൗഹീദിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവരിൽ ഒരാൾ പറഞ്ഞത്, ഇതാ നിങ്ങളുടെ ചങ്ങാതിക്ക് ഭ്രാന്തായിരിക്കുന്നു, ഇതിങ്ങനെ നേരം പുലരുന്നത് വരെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകല് മാത്രമല്ല രാത്രി കാലങ്ങളിലും മലയുടെ മുകളിൽ കയറി ഖുറൈശിനെ ഉച്ചത്തിൽ വിളിച്ച് ഇങ്ങനെ താക്കീത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഭ്രാന്തനാണ് എന്ന് ഇതേപോലെ ആരോപിക്കാൻ തുടങ്ങിയത്. എന്നാൽ എന്താ സത്യാവസ്ഥ? ജനനം മുതൽ ആ പറയുന്ന സമയം വരെ അവരോടൊപ്പം ജീവിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനും വേണ്ടാത്തത് മുഴുവൻ ഒഴിവാക്കാനുമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. പറയുക മാത്രമല്ല, ഉപദേശിക്കുക മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവർ പ്രബോധനം ചെയ്യുന്ന ഈ രീതി പരസ്യ പ്രബോധനമാണത്. എല്ലാവരോടും കൂടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനം ചെയ്യുന്നത് സരളമായ വിഷയങ്ങളാണ്, ആരെയും ആകർഷിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. അവിടെ നിന്ന് പാരായണം ചെയ്യുന്ന ഖുർആൻ സാഹിത്യ സമ്പൂർണമാണ്. ലോക സാഹിത്യകാരന്മാർ അതിനൊരു മുട്ടുകുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കുറിച്ച് ഭ്രാന്തനാണ് എന്ന് പറയാൻ ചിന്തിക്കുന്നവർക്ക് എങ്ങനെ കഴിയും? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. 185-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല, നല്ല ബോധത്തോടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ റിസാലത്ത്, അതായത് പ്രവാചകത്വം നമുക്ക് റബ്ബ് മനസ്സിലാക്കി തന്നു. ഇനി തൗഹീദിന്റെ കാര്യമാണ് ഇനി പറയുന്നത്, ഏകദൈവ സിദ്ധാന്തം. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഇനി അവർക്ക് ചിന്തിക്കാൻ വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ആകാശഭൂമികളുടെ പരിപാലനത്തെ പറ്റി ചിന്തിച്ചുകൂടെ? വേണ്ട, അല്ലാഹു തആല സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനെ പറ്റിയും ചിന്തിച്ചുകൂടെ? അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. എന്റെ പ്രവാചകൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അള്ളാഹു ഏകനാണ്, അവനല്ലാതെ റബ്ബില്ല, ഇലാഹില്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഇങ്ങനെ ഖുർആനും എന്റെ പ്രവാചകനും പറയുന്നതെല്ലാം ശരിയാണെന്ന് ആകാശഭൂമികളുടെ പരിപാലനത്തിൽ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവുമല്ലോ. എന്ന് വേണ്ട, അള്ളാഹു സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇനി അതുമല്ലെങ്കിൽ
അവർ ഇനി അധിക കാലമൊന്നും ജീവിക്കുകയില്ല, ഒരു പക്ഷേ വളരെ അടുത്ത് തന്നെ മരണപ്പെട്ടേക്കാം എന്ന വസ്തുതയും അവർക്കറിയാം. അതിനു മുമ്പായി സത്യാവസ്ഥ മനസ്സിലാക്കാൻ അവർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, തയ്യാറാവുന്നില്ല? അതവർക്കറിയാം. മരിച്ചു പോകണമെന്ന് എല്ലാവർക്കും അറിയാം, അതെല്ലാവരും സംഭവിക്കുന്ന സംഗതിയാണ്. പെട്ടെന്ന് മരണം സംഭവിക്കുക, അപ്പൊ അതിനു മുമ്പ് ഞാൻ സത്യം മനസ്സിലാക്കട്ടെ എന്ന് കരുതി സത്യം സ്വീകരിക്കുകയല്ലേ അവർ ചെയ്യേണ്ടത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ തങ്ങളുടെ കാര്യം അപകടത്തിലായിരിക്കും എന്നെങ്കിലും അവർക്ക് ചിന്തിച്ചുകൂടെ? തികച്ചും വ്യക്തമായ യാഥാർത്ഥ്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ മുഖേന ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ഉത്ബോധിപ്പിക്കുന്ന ഖുർആൻ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനി വേറെ ഏത് വൃത്താന്തമാണ് അവർ കാത്തിരിക്കുന്നത് വിശ്വസിക്കാൻ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർളി വമാ ഖലഖല്ലാഹു മിൻ ഷൈഇ وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون. أولم ينظروا അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഫി മലകൂതി സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ ആധിപത്യത്തെക്കുറിച്ച്, ആകാശഭൂമികളുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച്, മലക്കൂത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? വമാ ഖലഖല്ലാഹു മിൻ ഷൈഇ, അല്ലാഹു തആല സൃഷ്ടിച്ച ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ലേ? വഅൻ അസാ, അതല്ലെങ്കിൽ ആയേക്കാം, അയ്യകൂന ഖദ് ഖതറബ അജലുഹും, അവരുടെ ജീവിതാവധി ആയുസ് അടുത്തു എന്നവർ ചിന്തിക്കുന്നില്ലേ? 3 കാര്യങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന്, മലകൂത്തുസ് സമാവാത്ത്, ആകാശഭൂമികളിൽ ആധിപത്യം. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇ, അല്ലാഹു തആല സൃഷ്ടിച്ച ഒരുപാട് സംഗതികൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതേപോലെ തന്നെ വഅൻ അസാ അൻ യകൂന ഖദ് ഖതറബ അജലുഹും, തങ്ങളുടെ അജൽ, ജീവിതാവധി അടുത്തിരിക്കാം, അത് തീരാറായിരിക്കാം എന്നിവയെ പറ്റിയും അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? കാരണം മരണം പെട്ടെന്ന് വരാലോ, അതിനു മുമ്പ് സത്യം മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖദ് ഖതറബ അജലുഹും, അവരുടെ അജൽ അടുത്തു, അവരുടെ അജൽ അടുത്തതായേക്കാം എന്നും അവർ ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെ ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ നടന്നിട്ട്, ഇതൊക്കെ ഉത്ബോധിപ്പിക്കുന്ന ഖുർആൻ ഇതൊന്നും അംഗീകരിക്കാതെ ഇങ്ങനെ നടന്നിട്ട് ഇനി ഏത് വൃത്താന്തമാണ് അവർ വിശ്വസിക്കാൻ കാത്തിരിക്കുന്നത്? ഈ ഖുർആനിന് ശേഷം ഏതൊരു വൃത്താന്തമാണ് അവരിന് വിശ്വസിക്കുവാൻ പോകുന്നത്? ഈ ഖുർആൻ അവിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഏതൊരു വൃത്താന്തത്തിലാണ് അവർ ഇനി വിശ്വസിക്കുക? ഹദീസ് എന്ന് പറഞ്ഞാൽ വൃത്താന്തം. ഏതൊരു വൃത്താന്തമാണ് ബഅദഹു, ഈ ഖുർആനിന് ശേഷം യുഅ്മിനൂന, അവർ വിശ്വസിക്കാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ സൂചിപ്പിച്ച ശേഷം തൗഹീദിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആകാശഭൂമികളുടെ ഭരണവൈഭവം മാത്രമല്ല, അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവന്റെ തൗഹീദിന്റെ നേർസാക്ഷ്യങ്ങളാണ്. അത് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായി പ്രബോധനം ചെയ്തിരുന്നത്. എന്നവർ ചിന്തിക്കുന്നില്ലേ? എന്ന് മാത്രം, ഇനി എത്ര കാലമാണ് അവരിങ്ങനെ അശ്രദ്ധരായി നടക്കുന്നത്? മരണം അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നും അവർക്ക് ചിന്തിച്ചുകൂടെ? ഇതൊക്കെ വിശദമായി ഉത്ബോധനം ചെയ്യുന്ന ഖുർആൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റെന്ത് വിശ്വസിക്കാനാണ് ഇനി അവർ കാത്തിരിക്കുന്നത്? 186-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ധിക്കാരവും മർക്കടമുഷ്ടിയും ശീലിച്ച ആളുകളെ, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. അവൻ സന്മാർഗത്തിലാക്കാത്തവരെല്ലാം വഴിപിഴച്ചവർ തന്നെയാണ്. അത്തരക്കാരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആർക്കും സാധ്യമല്ല. വഴിതെറ്റി മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നവരെ പോലെ, ലക്ഷ്യബോധമില്ലാത്തവരെ പോലെ, തോന്നിയതുപോലെ അലഞ്ഞു നടക്കാൻ തൽക്കാലം അള്ളാഹു അവരെ വിട്ടേക്കും, അവസാനം പിടിച്ചു ശിക്ഷിക്കുകയും ചെയ്യും. നോക്കൂ 186-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു വയദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. മൻ യുദ്ലിലില്ലാഹ്, അള്ളാഹു ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കിയാൽ ഫലാ ഹാദിയ ലഹു, പിന്നെ ഒരു സന്മാർഗദർശകനും അവനുണ്ടാകില്ല. ആർക്കും അവനെ സന്മാർഗത്തിൽ എത്തിക്കാൻ കഴിയില്ല. വയദറുഹും, അള്ളാഹു അവരെ ഒഴിവാക്കിവിടും. ഫീ തുഗ്യാനിഹിം, അവരുടെ ധിക്കാരത്തിൽ, യഅമഹൂൻ, അന്ധമായി വിഹരിക്കാനായി. വയദറുഹും, അള്ളാഹു അവരെ വിട്ടേച്ചു കളയും. ഫീ തുഗ്യാനിഹിം, അവരുടെ ധിക്കാരത്തിൽ, യഅമഹൂന, അന്ധമായി വിഹരിക്കുന്നവരായി. അവരങ്ങനെ നടക്കട്ടെ. അള്ളാഹു ഒരാളെ ദുർമാർഗത്തിലാക്കിയാൽ എന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മൾ പല ആയത്തുകളും പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ദുർമാർഗത്തിലാക്കല്ല ചെയ്യുന്നത്. എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ട്
അത് ഉപയോഗപ്പെടുത്താതെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ധിക്കാരത്തിലും മർക്കർമിച്ചിലും നടന്നതായതുകൊണ്ടാണ് അവർ അങ്ങനെ ആയി മാറിയത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പ്രയോഗിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് വരാം, 187. ഇപ്പോ റിസാലത്ത്, തൗഹീദ്, പ്രവാചകത്വം, ഏകദൈവ സിദ്ധാന്തം, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം ഇനി അല്ലാഹു തആല ലോകാവസാനത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറയുകയാണ്. അള്ളാഹു ഏകനാണെന്ന കാര്യം, പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട അന്ത്യനാൾ, ഇത് രണ്ടുമാണല്ലോ അവിശ്വാസികൾ വല്ലാതെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ലോകാവസാനം ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് കളിയാക്കി പരിഹസിച്ച് ചോദിക്കാറുണ്ട് തിരുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള മറുപടിയാണ് ഇനി അള്ളാഹു ആവർത്തിച്ച് പറയുന്നത്. അന്ത്യനാൾ എപ്പോഴാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിന്റെ സമയത്ത് അവൻ മാത്രമാണ് അത് വെളിപ്പെടുത്തുക എന്ന് മറുപടി പറഞ്ഞേക്കൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല നിർദ്ദേശിക്കുകയാണ്. ഈ ചോദ്യവും മറുപടിയും ഖുർആനിൽ പല സ്ഥലത്തുമുണ്ട്. എല്ലാ സ്ഥലത്തും പറഞ്ഞ മറുപടിയുടെ ചുരുക്കം ഇതാണ്. അതായത് എപ്പോഴാണ് ഖിയാമത്ത് നടക്കുക എന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ, മറ്റാർക്കും അറിയില്ല. ആർക്കും അറിയിച്ചു കൊടുക്കുകയുമില്ല. പരമരഹസ്യമാണത്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജബൽ ഇബ്നു അബീ ഖുശൈർ, ശംവാൽ ഇബ്നു സയ്യിദ് എന്നീ ജൂത നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞത്രേ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയാം, നീ നബിയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെയാണ് അവർ വന്ന് പറഞ്ഞത്. ആ സമയത്താണ് അത്ര ഈ സൂക്തം അവതരിച്ചത്. ആയത്ത് നോക്കാം, 187-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. يسألونك നബി അവർ അങ്ങയോട് ചോദിക്കുന്നു, അനിസ്സാ, ഖിയാമത്തിനെ പറ്റി. എന്താ ചോദിക്കുന്നത്? അയ്യാന മുർസാഹ, അതെപ്പോഴാണ് വരിക എന്ന്. അയ്യാന, എപ്പോഴാണ്, മുർസാഹ, അത് വരുന്നത്. ഖിയാമത്താണ് എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങളോട് അവർ ചോദിക്കുന്നു നബിയെ. അങ്ങ് മറുപടി പറയണം, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അത് സംബന്ധമായ അറിവ് എന്റെ നാഥന്റെ അടുത്ത് മാത്രമാണ്. ഇന്നമാ ഇൽമുഹാ, നിശ്ചയമായും അതിന്റെ അറിവ്, ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലാണ്. എപ്പോഴാണ് വരാന്നുള്ളത് റബ്ബിനെ അറിയുള്ളൂ. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു, അതിന്റെ സമയത്ത് അവൻ മാത്രമാണ് അത് വെളിപ്പെടുത്തുന്നത്. ലാ യുജല്ലിഹാ, അത് വെളിപ്പെടുത്തുകയില്ല. ലിവഖ്തിഹാ, അതിന്റെ സമയത്ത്. ഇല്ലാഹു, അല്ലാഹു അല്ലാതെ. അല്ലാഹു അതിന്റെ ആ സമയത്ത് അവൻ മാത്രമേ അത് വെളിപ്പെടുത്തൂ. ثقلت في السماوات والأرض, ആകാശഭൂമികളുടെ മേൽ അത് ഘനത്തതായിരിക്കും, ഭാരമുള്ളതായിരിക്കും. ഖിയാമത്ത് നാളെ ثقلت, അത് ഭാരമുള്ളതാണ്. السماوات والأرض, ആകാശഭൂമികൾ. ലാ തഅതീകും ഇല്ലാ ബഗ്ത, പൊടുന്നനെയല്ലാതെ നിങ്ങൾക്ക് വന്നെത്തുകയില്ല. ബഗ്തതൻ, പെട്ടെന്ന്. പൊടുന്നനെയല്ലാതെ ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് വന്നെത്തുകയില്ല. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ, യസ്അലൂനക അങ്ങയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. കഅന്നക ഹഫിയുൻ അൻഹാ, അങ്ങ് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളെപ്പോലെ ആണ് അവരങ്ങോട് നിങ്ങളോട് ചോദിക്കുന്നത്. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ, അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിച്ച് ഗ്രഹിച്ചവനെന്ന നിലക്കാണ് താങ്കളോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത്. അവർ വന്നിട്ട് ചോദ്യം ചോദിക്കണ കണ്ടാ തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കുറിച്ച് ശരിക്കും സൂക്ഷ്മമായും പഠിച്ച് എപ്പോഴാണ് നടക്കാന്നൊക്കെ അറിയുന്ന ആളാണ്. അങ്ങനെ അറിയുന്ന ആളാണ് എന്ന് തോന്നും അവരുടെ ചോദ്യം കണ്ടാൽ. അതാണ് ഈ ആയത്തിന്റെ ആശയം. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ, ഹഫി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അന്വേഷിച്ച് മനസ്സിലാക്കിയ ആൾ. താങ്കൾക്ക് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാം എന്ന് തോന്നും അവർ ചോദ്യം കണ്ടാൽ അർത്ഥം. ഖുൽ, നബിയെ അങ്ങ് പറയണം, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, നിശ്ചയമായും അതിന്റെ ഇൽമ്, അത് സംബന്ധമായ അറിവ് അള്ളാഹുവിന്റെ അടുക്കലാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ മിക്ക ജനങ്ങളും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതാണ് സംഭവം. അള്ളാഹിന്റെ അടുക്കലാണെന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിച്ചാൽ മതി, പിന്നെ അതിന് ഒരുങ്ങിയാൽ മതി. ഖിയാമത്താണ്, ഒരുങ്ങുകയാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. അതിനൊന്നും തയ്യാറാവാതെ, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക. അള്ളാഹു തആല രഹസ്യമാക്കി വെച്ച സംഗതിയാണ്. അതെങ്ങനെ പരസ്യമാക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആലോചിച്ച് നോക്കും. നമ്മുടെ ആയുസ്, നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്നും
ഖിയാമം എന്നാ സംഭവിക്കുക നമുക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇവിടെ ആകെ കുത്തഴിയൂലേ? ആകെ അരക്ഷിതാവസ്ഥ വരൂലേ? എല്ലാവരും തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങൂലേ? ഇനി സമയം ഇനിയുണ്ടല്ലോ, മരിക്കാനാകുമ്പോഴേക്ക് തൗബ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ, ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് ഒരുങ്ങിയാൽ മതിയല്ലോ. ലോകത്തിന് നിലനിൽപ്പുണ്ടാവുമോ? ലോകത്ത് എന്തെങ്കിലും സംഗതികൾ ചെയ്യാനോ പുതിയ പ്രൊജക്ടുകൾ തുടങ്ങാനോ മറ്റൊക്കെ കഴിയുമോ? ലോകം അവസാനിക്കാൻ പോണ തീയതി അറിഞ്ഞാൽ പിന്നെ എന്തിനാ ചെയ്യണത്? ഞാൻ മരിക്കാൻ പോണ തീയതി ഞാൻ എന്തിനാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ എന്തിനാ ഇവിടെ ലോകത്തിന്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ഞാൻ പ്രവർത്തിക്കുന്നത്? എന്തെല്ലാം വിഷയങ്ങളാണ് അങ്ങനെ സംഗതി ഇവിടെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ സംഭവിക്കുക? ആലോചിച്ച് നോക്കൂ. അല്ലാഹു മാത്രം അറിയാവുന്ന സാഅത്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് ഭാഷയിൽ അർത്ഥം. സമയം, അല്പം സമയം, കുറച്ചു സമയം, നാഴിക, മണിക്കൂർ എന്നൊക്കെ പറയും. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ ഒരംശം. ആ സാഅത്തിന്റെ കൂടെ അൽ ചേർത്താൽ, അലിഫ്ലാം ചേർത്താൽ അസ്സാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക സമയത്തെയാണ് അത് കുറിക്കുന്നത്. ഇവിടെ ഉദ്ദേശം ഖിയാമത്ത് നാൾ, ലോകാവസാന ദിവസത്തെക്കുറിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 40 സ്ഥലത്ത് ഈ പ്രയോഗമുണ്ട്. അവിടെയെല്ലാം ഇതേ അർത്ഥമാണുള്ളത്. 2 പ്രാവശ്യം സൂർ എന്ന കാലത്ത് ഊതപ്പെടും. ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാവരും നശിക്കും, ലോകാവസാനം സംഭവിക്കും, അല്ലെ? രണ്ടാമത്തെ ഊത്തോടുകൂടി പുനർജീവിതവും വിചാരണ മുതലായ അനന്തര സംഭവങ്ങളും നടക്കും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് ഖിയാമത്ത് നാൾ, യൗമുൽ ഖിയാമ അല്ലെങ്കിൽ യൗമുൽ ആഖിർ എന്നൊക്കെ പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ലോകം നശിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചാണ് അസ്സാഅ എന്ന വാക്ക് അധികവും പറയാറുള്ളത്. ഞൊടിയിട കൊണ്ടെല്ലാം തീരും, വളരെ പെട്ടെന്നായിരിക്കും എന്നുള്ള അത്ര പറഞ്ഞില്ലേ? അല്ലെ? പെട്ടെന്നായിരിക്കും, അത്ര പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. അതുകൊണ്ടാണ് ഇതിന് ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നാണ്. വളരെ പെട്ടെന്ന് സംഭവിക്കും. അസ്സാ, കാത്തു നിൽക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് സാ എന്ന പദം പ്രയോഗിക്കുന്നത്, അസ്സാ എന്ന പദം പ്രയോഗിക്കുന്നത്. ആകാശഭൂമികളുടെ മേൽ അത് ഭാരിച്ചതാണ് എന്ന് പറഞ്ഞത് എന്താ? ആശയം അതൊരു ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലാക്കുക. ആകാശങ്ങൾ പൊട്ടിപ്പിളരും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, കൊടുങ്കാറ്റുകൾ അടിച്ചു വീശും, പർവ്വതങ്ങൾ പാറിപ്പോകും, ധൂളിയായി പാറിപ്പോകും. ഇങ്ങനെ അനേകം ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാകുന്ന ഖുർആനിൽ തന്നെയുണ്ടല്ലോ. എല്ലാ ജീവികളും നശിക്കുമെന്ന്, ആകാശഭൂമികൾ തകരുമെന്ന്, ഇത്തരം അതിഭയാനകമായ ഒരുപാട് സംഭവ വികാസം ഉണ്ടായിത്തീരുമെന്ന് ഖുർആനിലുണ്ട്, ഹദീസുകളിലും. ഖുർആന്റെ അവസാനത്തെ സൂറകളിൽ, പ്രത്യേകിച്ച് അവസാനത്തെ ചെറിയ സൂറകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യത്തെ ആയത്തിലും ഖിയാമത്ത് നാളിന്റെ ഗൗരവം അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുമ്പോ നിങ്ങളെല്ലാവരും ബേജാറാവും. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ, കുട്ടികളെ എട്ടേച്ച് ഓടും. മുല കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ ഉമ്മമാര് പരമാവധി ശ്രദ്ധിക്കാറുണ്ട്, കുടിച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഖിയാമം സംഭവിക്കുമ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയത്ത് ഇട്ടെറിഞ്ഞ് ഓടും എന്ന് പറയും. ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ ഗർഭം ആ സമയത്ത് അപ്പം അവർ പ്രസവിച്ചു പോകും. അവർ മനുഷ്യരെ മൊത്തം മത്തുപിടിച്ചവരായി കാണാം. ബേജാറുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഉണ്ടാവുക. ഇന്ന മാസം ഇന്ന തീയതി എന്നത് നേരത്തെ പറയൂല. വേറെ ആയത്തിലുണ്ട്, അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെയല്ലാതെ അല്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടുത്ത്. കണ്ണിമ വെട്ടാണെങ്കിൽ എത്ര സമയം വേണം? അതാണ് പെട്ടെന്ന് പറഞ്ഞു. ആട്ടിടയന്മാർ ആടുകളെ അല്ലെങ്കിൽ കാലികളെ മേച്ചുകൊണ്ടിരിക്കുമ്പോ, ജോലിക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ, വ്യാപാരികൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് സംഭവിക്കും. വസ്ത്ര വ്യാപാരികൾ വസ്ത്രം ഇങ്ങനെ നീട്ടിയിട്ടിട്ട് വസ്ത്രം കാണിച്ചു കൊടുക്കൂല, ഇതായി ഡ്രസ്സ് എടുത്തോ, ഇത് നല്ലതാണ്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിങ്ങനെ ഇട്ടെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖിയാമത്ത് സംഭവിക്കും. അത് മുഴുമിക്കാൻ അവർക്ക് കഴിയില്ല, ആ വസ്ത്രം എടുക്കാൻ അവർക്ക് കഴിയില്ല, വസ്ത്രം പിടിക്കാൻ അവർക്ക് കഴിയില്ല, മടക്കി വെക്കാൻ കഴിയില്ല. അവർ നീർത്തിയിട്ട വസ്ത്രം മടക്കി വെക്കാൻ കഴിയില്ല. അതിനു മുമ്പേ ഖിയാമത്ത് സംഭവിക്കും. ഭക്ഷണം കഴിക്കുന്ന ആൾ വായിലേക്ക് അത് എത്തുന്നതിന് മുമ്പേ ഖിയാമത്ത് സംഭവിക്കും. പാൽ കറന്നെടുത്താൽ അത് കുടിക്കുന്നതിന് മുമ്പേ സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഹദീസുകളിലുണ്ട്. വളരെ പെട്ടെന്ന് എന്നർത്ഥം. ഹഫീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് താല്പര്യമുള്ളത് കൊണ്ട് അതിനെപ്പറ്റി നല്ലോണം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ അന്വേഷണം നടത്തി പഠിച്ചവൻ
എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ മറ്റൊരർത്ഥം നല്ല ദയയുള്ള സ്നേഹവായ്പുള്ള മാന്യനായ കൂട്ടുകാരൻ, ഉറ്റ സ്നേഹിതൻ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. രണ്ടർത്ഥവും ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അർത്ഥപ്രകാരം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ പറ്റി അവർ താങ്കളോട് ചോദിക്കുന്നത് കണ്ടാൽ തോന്നും അങ്ങ് അതിനെപ്പറ്റി നല്ലോണം അന്വേഷിച്ച് മനസ്സിലാക്കിയ ആളാണ് എന്ന്. രണ്ടാമത്തെ അർത്ഥപ്രകാരം ആ സമയത്തെ പറ്റി അവർ താങ്കളോട് ചോദിക്കുന്നത് കണ്ടാൽ തോന്നും താങ്കൾ അവരുടെ ഉറ്റ സ്നേഹിതനാണ് എന്ന്. അതായത് ഉറപ്പായും അവർക്ക് താങ്കൾ അത് പറഞ്ഞു കൊടുക്കുമെന്ന്. ഉറ്റ ചങ്ങാതിയായതുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയില്ല എന്ന് തോന്നും അവരോട് ചോദ്യം കേട്ടോ. നബി അങ്ങ് പ്രഖ്യാപിക്കണം, അത് സംബന്ധമായ അറിവ് എന്റെ റബ്ബിന്റെ അടുക്കലാണ്. ആ സമയം അപ്പോഴല്ലാതെ അവനത് വെളിപ്പെടുത്തുകയില്ല. ലോകാവസാനം എപ്പോ നടക്കുമെന്നത് പരമരഹസ്യമാണ്. അല്ലാഹു മാത്രം അറിയും. ഇന്ന സമയത്ത് നടക്കുമെന്ന് ആര് പ്രവചിച്ചാലും അതൊന്നും നടക്കൂല, വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത്രയും കുറെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഖിയാമം ഉണ്ടാവും, ലോകം അവസാനിക്കുന്നൊക്കെ. ഒന്നും സംഭവിക്കാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ, പലവട്ടം കഴിഞ്ഞു പോയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന സമയത്ത് സഹാബികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നൊരു ഹദീസുണ്ട്. ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസ് അല്ലെ. ആ ഹദീസിൽ അതിന്റെ അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത് എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ആ ചോദിച്ചപ്പോൾ എന്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിൽ. ചോദിക്കപ്പെട്ടവന് ചോദ്യകർത്താവിനേക്കാൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ല, അങ്ങനെ മറുപടി പറഞ്ഞു. പക്ഷേ അതിന് കുറെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാളെ സംഭവിക്കും എന്നതിന് അടയാളങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും ഖിയാമത്ത് നാളും ഈ രണ്ടും പോലെ അടുത്തായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ അടുത്താണെന്ന് അർത്ഥം. അപ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്. കുഴപ്പങ്ങളുടെയും കലഹങ്ങളുടെയും ആധിക്യമുണ്ടാവുക, വ്യഭിചാരം വർദ്ധിക്കുക, സദാചാര വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടാവുക, ധാർമ്മികമായ അരാജകത്വം സംഭവിക്കുക, വ്യാജന്മാരുടെ രംഗപ്രവേശം ഉണ്ടാകുക, ദൈവനിഷേധവും ശിർക്കും അത് വല്ലാതെ വ്യാപകമാവുക, സ്ത്രീകൾ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷമണിയുക, ഇങ്ങനെ പലതും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി എണ്ണപ്പെട്ടിട്ടുണ്ട് ഹദീസുകളിൽ. ഈ അടയാളങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് അത് പെട്ടെന്ന് ഉണ്ടാകും ഖിയാമത്ത് എന്നതിനെതിരെതിരാവില്ല. അടയാളങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് പക്ഷെ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെയായിരിക്കും. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ യൻദുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഗ്ത വഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅതും നിക്റാഹും. അന്ത്യസമയം അവർക്ക് പെട്ടെന്ന് വന്നെത്തും എന്നതല്ലാതെ വേറെന്താണ് അവർ കാത്തിരിക്കുന്നത്? വഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അടയാളങ്ങൾ നേരത്തെ വരാം, അത് സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് എന്നും പറഞ്ഞു, അടയാളങ്ങൾ വന്നു എന്നും ഇവിടെ പറഞ്ഞു. പെട്ടെന്ന് എന്ന് പറഞ്ഞത് അത് സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും എന്നതിനെതിരല്ല. അടയാളങ്ങൾ വരുമെന്ന് പറഞ്ഞത് ഇത് സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും എന്നതിനെതിരല്ല എന്നർത്ഥം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും പറഞ്ഞതും സ്വീകരിക്കണേ തമ്പുരാനെ. സ്വാലിഹാകളെ ഖബൂൽ ചെയ്യണേ. ഞങ്ങൾ നീ ഖബൂലാക്കാൻ റബ്ബെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം റബ്ബെ. ഖിയാമത്ത് നാളും മരണത്തിന് ശേഷമുള്ള ഘട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ റഹ്മാനെ. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും മുറാദുകൾ ഹാസിലാക്കാൻ റബ്ബെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി സലാമത്ത് നൽകണേ തമ്പുരാനെ. രോഗം ശിഫയാക്കണം അല്ലാഹ്. നിന്റെ ദീനിനെ, ഇൽമിനെ, ഖുർആനിന് ഇഖ്ലാസോടുകൂടി ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം.
സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.